തമിഴ്നാട് രാഷ്ട്രീയം വൻ ട്വിസ്റ്റിലേക്ക് കടക്കുകയാണ്. ഒന്നിക്കാൻ നീക്കം നടത്തുകയാണ് DMKയും AIDMKയും. വിജയുടെ പാർട്ടിയുടെ സ്വാധീനം തടയാൻ സഖ്യമുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന സൂചനയുമായി DMK സംഘടനാ സെക്രട്ടറി രംഗത്തു വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ CPMും CPIയും പിളർന്നതിന് ശേഷം മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കിയുള്ള നീക്കമാണ് ഇവരുടെ ആലോചനയിൽ. അസാധാരണമായ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചിരവൈരികളായ ബദ്ധശത്രുക്കളായ DMKയും AIDMKയും ഒന്നിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം DMK സംഘടനാ സെക്രട്ടറി RS ഭാരതിയുടെ ചില പ്രസ്താവനകൾ തന്നെയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളാണ് DMKയും AIDMKയും. പരസ്പരം DMKയിൽ നിന്ന് വിട്ടുപോയ ആളുകൾ തന്നെയാണ് AIDMKയിലുള്ളത്. അതുകൊണ്ട് ആശയപരമായി യോജിപ്പിന് യാതൊരു തടസ്സവുമില്ല എന്ന വിശദീകരണമാണ് ഉള്ളത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് പാർട്ടി പിളർന്ന ശേഷം CPMും CPIയും രണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്ന ശേഷം അവർ മുന്നണി സംവിധാനത്തിൽ ഒരുമിക്കുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് RS ഭാരതി ഇത്തരം ഒരു ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു യോജിപ്പിനെ കാണുന്നത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉടൻ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും ഭാരതി ചൂണ്ടിക്കാണിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ചർച്ചകളിലെ കാര്യങ്ങൾ കടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും തമിഴ് രാഷ്ട്രീയത്തിൽ TVKയുടെ ഒരു അപ്രമാദിത്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ പരാജയം സംഭവിച്ച രണ്ട് പാർട്ടികളാണ് DMKയും AIDMKയും. ആ സ്ഥാനത്ത് വിജയ് വലിയ ശക്തിയായി ഉദയം ചെയ്യുകയും DMK സഖ്യത്തിലുണ്ടായിരുന്ന പല രാഷ്ട്രീയ കക്ഷികളും കോൺഗ്രസും CPMും CPIയും മുസ്ലിം ലീഗും അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടികളും TVKയോട് കൂട്ടുകൂടാൻ എത്തുകയും ചെയ്തൊരു പശ്ചാത്തലം വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. കാരണം അടിവേരിളകിയ നിലയിലാണ് ഇപ്പോൾ DMK ഉള്ളത്. സമാനമായ അവസ്ഥ തന്നെയാണ് AIDMKയ്ക്കും സംഭവിച്ചിരിക്കുന്നത്. അവിടെ വിജയിയെ പൂട്ടാൻ അല്ലെങ്കിൽ വിജയിക്ക് മേൽ ഒരു ശക്തിയായി വളരാൻ തങ്ങളുടെ യോജിപ്പിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വൈക്കോട് നേതൃത്വമുള്ള MDMK അടക്കം ഇപ്പോൾ സഖ്യം വിടാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വരും മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് തമിഴ് രാഷ്ട്രീയം വേദിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒറ്റ ലക്ഷ്യം മാത്രമാണ് ജോസഫ് സ്റ്റാലിൻ വിജയ് എന്ന ഇപ്പോഴത്തെ തമിഴ് രാഷ്ട്രീയത്തിലെ അതികായനെ, വളരെ പെട്ടെന്ന് നേതാവായി ഉദയം ചെയ്ത സിനിമാ പ്രവർത്തകനെ, ഇപ്പോൾ മുഖ്യമന്ത്രിയായ ജോസഫ് വിജയെ തടുക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമാണ്. പക്ഷേ ആശയപരമായി യോജിക്കാമെങ്കിൽ പോലും വ്യക്തിപരമായി നേതാക്കൾ തമ്മിലുള്ള പലവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെ പാച്ചപ്പ് ചെയ്യും എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള ദ്രാവിഡ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.